നമസ്തേ. വർഷങ്ങളായി കേരളത്തിലെ ഇടതുപക്ഷ സുഹൃത്തുക്കളോട് പറയുന്ന കാര്യമാണ് ബംഗാളിൽ സംഭവിച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ്. സൂക്ഷിച്ചില്ലെങ്കിൽ കേരളത്തിലും ആവർത്തിക്കുമെന്ന്. ബംഗാളിലെ BJP-ക്കാരിൽ 70% പഴയ CPM-കാരാണ്. മമത ഭരണത്തിൽ തൃണമൂൽ വലിയ രീതിയിൽ അക്രമം തുടങ്ങിയപ്പോൾ പ്രതിരോധിക്കാനാവാതെ BJP-യിലെത്തിയ ഹിന്ദുക്കളാണവർ. വങ്കനാട്ടിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ സഹായത്തോടെയാണ് CPM 33 വർഷം ഭരിച്ചത്. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നവർക്ക് പോലും റേഷൻ കാർഡ് ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ ചേർക്കാൻ സഖാക്കൾ മുന്നിട്ട് നിന്നു. പക്ഷേ മമത ശക്തമായി കയറി വന്നതോടെ മുസ്ലിം വോട്ട് ബാങ്ക് തൃണമൂലിലേക്ക് പോയി. നന്ദിഗ്രാം ആക്രമണങ്ങൾ അടക്കമുള്ള ഒരുപാട് കാരണങ്ങൾ ഇതിനുണ്ട്. മമത ഭരണം നീണ്ടതോടെ ബംഗാളിൽ മഹാജംഗൽ രാജായി. തൃണമൂലിലെ ബൈക്ക് ബ്രിഗേഡിന്റെ അടക്കം അക്രമം കടുത്തതോടെ ഹിന്ദു വോട്ട് ബാങ്ക് BJP-യിലേക്ക് മാറി. 24 പർഗാന പോലുള്ള ജില്ലകളിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ പോലും കാവിക്കൊടി ഉയർത്തി ഒരു ഗ്രാമം ഒന്നടങ്കം BJP-യിലേക്ക് മാറിയത് വെറും കെട്ടുകഥയല്ല. എന്തുകൊണ്ടാണ് ബംഗാളിലെ CPM പ്രവർത്തകന് വളരെ പെട്ടെന്ന് കാവിക്കൊടി പിടിക്കാനായത്? കാരണം അടിസ്ഥാനപരമായി അവിടുത്തെ CPM പ്രവർത്തകനും BJP-ക്കാരനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നതാണ്. എന്തിനും ജ്യോതിഷം നോക്കുന്ന അന്ധവിശ്വാസികളാണ് ബംഗാളിലെ സാധാരണക്കാർ. CPM-കാരനും ജ്യോതിഷം നോക്കും, BJP-കാരനും നോക്കും. CPM-കാരൻ ദുർഗാപൂജ നടത്തുന്നു, BJP-കാരനും അത് ചെയ്യുന്നു. CPM-കാരൻ വിശ്വാസിയാണ്, BJP-കാരനും വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കേഡർ പാർട്ടിയിൽ നിന്ന് മറ്റൊരു കേഡർ പാർട്ടിയിലേക്കുള്ള മാറ്റം അവർക്ക് എളുപ്പമാവുന്നു. അവർ തൃണമൂലിലേക്ക് പോയില്ല, കാരണം മുസ്ലിം വോട്ടുകൾ N ബ്ലോക്കായി അവിടെയാണെന്ന് അവർക്കറിയാം. ഇനി കേരളത്തിലേക്ക് വരൂ. അടിസ്ഥാനപരമായി ഒരു ഹിന്ദു പാർട്ടിയാണ് കേരളത്തിലെ CPM. അവിടെ എന്താണ് നടക്കുന്നത്? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉത്സവം നടത്തുന്നു. ശബരിമലയിലേക്ക് പോകുന്നവർക്ക് ചുക്കുവെള്ളം കൊടുക്കുന്നു. കർക്കിടക വാവുബലിക്ക് മോരും വെള്ളം കൊടുക്കുന്നു. ഉത്സവവും ആഘോഷവും പാർട്ടി ഏറ്റെടുത്ത് നടത്തുന്നു. ഒരു CPM-കാരനും BJP-കാരനും തമ്മിൽ അടിസ്ഥാനമായി വലിയ വ്യത്യാസമില്ലാത്ത അവസ്ഥ വരുന്നു. അങ്ങനെയാവുമ്പോൾ ഒരു പ്രതിസന്ധിയാവുമ്പോൾ CPM-ൽ നിന്ന് BJP-യിലേക്കാവും ഒഴുക്കുണ്ടാവുക. ബംഗാളിൽ മുസ്ലിങ്ങൾ തൃണമൂലിലേക്കും ഹിന്ദുക്കൾ BJP-യിലേക്കും പോയതോടെയാണ് CPM ഒരു സീറ്റ് പോലുമില്ലാതെ വഴിയാധാരമായത്. ആ സാഹചര്യം കേരളത്തിലും വരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇപ്പോഴിതാ അത് യാഥാർത്ഥ്യമാവുകയാണ്. UDF-ന്റെ ഇരുണ്ട കാലം വെച്ച് നോക്കുമ്പോൾ താരതമ്യേന മെച്ചപ്പെട്ട ഭരണമായിരുന്നു പിണറായിയുടേത്. എന്നിട്ടും ഈ കനത്ത തിരിച്ചടി എങ്ങനെയാണ് വരുന്നത്? മുസ്ലിം വോട്ടുകൾ ഒന്നിച്ച് UDF-ലേക്ക് തിരിയുന്നു. ഹിന്ദു വോട്ട് ബാങ്കിൽ BJP-യിലേക്ക് ഷിഫ്റ്റ് ആകുന്നു. ഇതൊഴിവാക്കാൻ ഇടതുപക്ഷം എന്ന് പറയുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഈ പ്രീണനം നിർത്തണം. മതങ്ങളെ തൂക്കി നോക്കുമ്പോൾ കൈവിറക്കരുത്. ഗണപതി മിത്താണെന്ന് പറയുന്ന അതേ ആർജവത്തോടെ അള്ളാഹുവും യഹോവയും മിത്താണെന്ന് പറയാൻ കഴിയണം. പ്രീണന രാഷ്ട്രീയം പുലപ്പുറത്തുള്ള യാത്രയാണ്. നിങ്ങൾ എന്നും അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അതിൽ അണുവിട തെറ്റെന്ന് തോന്നിയാൽ അവർ കൂട്ടത്തോടെ എതിരാവും. പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ തന്റെ കാറിൽ കയറ്റിയെന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം അതുവരെ ചെയ്ത പ്രീണനമെല്ലാം ഇല്ലാതായി. അതാണ് ഉമ്മത്ത് പൊളിറ്റിക്സ്. മതമാണ് 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 പ്രശ്നം. ഒരു വശത്തേക്ക് ചാഞ്ഞാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന തോന്നൽ മറുഭാഗത്ത് ധ്രുവീകരണമാണ് ഉണ്ടാക്കുക. അപ്പോൾ ആ വോട്ടും പോകും, ഈ വോട്ടും പോകും. വെള്ളം ചേർക്കാത്ത മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ബംഗാളിലെ ഗതിയാവും CPM-ന് കേരളത്തിലും വരിക. മമതയ്ക്ക് പകരം ബംഗാളിൽ വന്നത് BJP ആണെന്ന് മറക്കരുത്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് വികസനം വോട്ട് കൊണ്ടുവരും എന്നത്. അത് ഒരു ഘടകം മാത്രം. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ വീഴാൻ പാടില്ല. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായ സർവേയും മറ്റുമായി ഒരുപാട് പേരുമായി ബന്ധപ്പെട്ടിരുന്നു. കോൺഗ്രസ് നേതാക്കളടക്കം പറഞ്ഞത് ക്രിസ്ത്യൻ മുസ്ലിം കൺസോളിഡേഷൻ നടന്നിട്ടുണ്ടെന്നാണ്.